ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. കാക്കു എന്താ ഉണ്ടാക്കണമെന്നായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരുപാട് നേരം വൈകി ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നബിദിനൊക്കെ ആയിരുന്നു, അതിനൊക്കെ പോയി. പിന്നെ കാക്കുവിന് മഞ്ചേരിയൊക്കെ പോകാണ്ടായിരുന്നു. നമ്മളെ എണ്ണയ്ക്ക് സ്റ്റിക്കറൊക്കെ വാങ്ങാൻ പോകാണ്ടായിരുന്നു, കൊറിയർ കടലാസൊക്കെ വാങ്ങാൻ പോകാണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഇതിന് ഒരുപാട് നേരം വൈകി. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടില്ല, കഞ്ഞിവെള്ളം പുളിച്ചു പോയിട്ടോ. പുളിച്ചു പോകുമ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുക, കഞ്ഞിൻ്റെ വെള്ളം താളിച്ചാനും വേണ്ടിക്കാണ്ട് ഞാൻ ലേസം വേഗം ആ ജാറിൽ ചോറ് ഇട്ടുകാണ്ട് ചുടുവെള്ളം പറന്നുകാണ്ട് മിക്സിയിലൊന്നാണ് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ അടിപൊളി കഞ്ഞിവെള്ളമായില്ലേ. അപ്പോൾ കാക്കു അങ്ങനെ കാട്ടുകയാണ് കേട്ടോ. അന്നേ നിങ്ങൾ പറഞ്ഞില്ലേ കേടന്നിക്കണത്, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂട്ടാൻ വെക്കാൻ കേടന്നു ഗേസ്. കൂട്ടാൻ ഉണ്ടാക്കാൻ നിക്ക വൈകുന്നേരം ചായക്കടിക്ക് ഇത് പറ്റൂല. ഇത് പറ്റുമോ? നിങ്ങള് പറഞ്ഞാണ് ഇത് പറ്റുമോ? കാക്കറിയ ഇത് ഉണ്ടാക്കിക്കോ. ഞാൻ നല്ല കടുകൊക്കെ വറുത്തുകാണ്ട് കട്ടൻ ചായയും പൂള കൂട്ടാനും ഉണ്ടാക്കാനും വേണ്ടിക്കാണ്ട് വന്നാട്ടോ. അപ്പൊ എല്ലാ പ്രാവശ്യം നമ്മള് പുലാവി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കല്, അത് വലിയ കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടാക്കല്. അപ്പൊ ഈ പ്രാവശ്യം അതിന് നിന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ ഗോതമ്പ് ശർക്കര ഇട്ടാണ്ട്. ആരാണ് യൂണിഫോം ഇടാതെ ആരും ഇങ്ങോട്ട് വരില്ല. വേഗം പോയി ഷെഡി കുപ്പായിടി, രണ്ടാളും ഷെഡി കുപ്പായിടി. പൊന്നോട് പൊന്ന് ഷെഡ് ഇട്ടിട്ട് വന്നാ മതി. ഷെഡ് ഇട്ടിട്ട് മക്കളെ അപ്പതിന് ഊരിടും. അപ്പൊ മുതലൊക്കെ താളം കിട്ടുവോ? താളം പൂളി വെക്കാം നമുക്ക്. താളം പൂളി നല്ല രസാടി. മതി പൊന്നും കട്ടാളെ പോയി ഷഡിടി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? വീഡിയോസ് ഒന്നും വന്നിട്ടില്ലല്ലേ? അപ്പൊ ചുമയൊക്കെയാണ്, പനിയൊക്കെ ആയിരുന്നു, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇച്ചുമ്മ കാക്കുന്നു കേട്ടോ. ഇച്ചുമ്മ ആ നൃത്തം നിൽക്കുക തന്നെയാണ്. മുടിയൊക്കെ വളർന്നിട്ടുണ്ട്, കഴുത്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. കഴുത്ത് ഇങ്ങനെ കണ്ട് ഇതൊക്കെ ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തുണ്ടായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. നമ്മളെ എണ്ണന്റെ പരസ്യാണ് കേട്ടോ. പരസ്യം എണ്ണന്റെ നമ്മളെ ഇച്ചുമ്മയാണ് കേട്ടോ. ഇച്ചൂസ് നാട്ടിക്കണ കേട്ടോ. അന്ന് ഫോട്ടോ എടുത്ത് മലക്കുന്ന ഒരു ചെറിയ അടി ഭംഗിയുണ്ടോ കാണാന്? ഇച്ചൂസ് നാട്ടിക്കണ കേട്ടോ. എണ്ണ വേണ്ടവര് പെട്ടെന്ന് വാങ്ങിച്ചോളി. സൂപ്പർ എണ്ണയാണ് കേട്ടോ. പിന്നെ ഞാന് ആ ബൺ മെറ്റീരിയൽ പറയുന്ന പോലെ പ്രത്യേകിച്ച് എല്ലാരോട് പറയലുണ്ട്. തൊണ്ട ഭയങ്കര കാതല് പറയലുണ്ട്. കൂടുതൽ ഞാൻ ഒരിക്കലും ഒരാളും വാങ്ങിപ്പിക്കലില്ല. നമുക്കത് പറ്റുമല്ലേ നോക്കിയിട്ട് കൂടുതൽ വാങ്ങിപ്പിക്കലുള്ളൂ ഞാന്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാല് അത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തരുന്നത്. ചിലവർ പറയുന്നുണ്ട് അതിലെന്താ കൂട്ടിയാ പറഞ്ഞാൽ പിന്നെ അതിൽ കഥ ഉണ്ടോ, നിങ്ങൾ ഉണ്ടാക്കിക്കാണ് നിങ്ങൾ ഉപയോഗിക്കൂലേ? അപ്പൊ എന്റെ കച്ചവടം കൂട്ടൂല മക്കളെ. എന്തായാലും നമ്മളെ പച്ച മരുന്നുകളൊക്കെയാണ് ചേർത്തിക്കണത് കേട്ടോ. നമ്മള് ഉപയോഗിക്കാൻ പാടുണ്ടോ ഒക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മൾ അത് ഉണ്ടാക്കിയത്. അത് അവിടെ ഉണ്ടാക്കലുണ്ട്. നമ്മളെ ഷെയ്മോളെ മുടിയൊക്കെ കണ്ട ഉഷാറായിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കണ തന്നെയാണ്. പിന്നെ അതിലൊരു 3-4 ഐറ്റംസ് തലവേദനക്കില് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ പറയണില്ല. നമ്മൾ വൈദ്യര ഷാപ്പ് പോയി ചോദിച്ച് അറിഞ്ഞതിന് ശേഷം അതിൽ ഇട്ടത് കേട്ടോ. പിന്നെ നമ്മളെ മക്കൾക്ക് പറ്റുമെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഇട്ടത്. ചിലവര് ചോദിച്ചിരുന്നു. അപ്പൊ പിന്നെ റേറ്റ് പറയാത്തതിന് ഭയങ്കര പരാതി ഉണ്ട്. റേറ്റ് പറയാക്കാക്കുവോ? അതെന്താ പറയാത്ത? നിങ്ങൾ വിളിച്ചോളി, നമ്മൾ പറഞ്ഞുതരാം. അതെന്താന്നോ, പലരും പല റേറ്റിന് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ചെറിയ റേറ്റേ ഇട്ടിട്ടുള്ളൂ. അത് വിളിക്കണവർക്ക് നേർക്ക് അറിയാം അത് ചെറിയൊരു റേറ്റ് ആണ്. ആ ചെറിയ റേറ്റ് നമ്മള് പബ്ലിക്കായിട്ട് വിളിച്ച് പറയുമ്പോ ഈ എണ്ണകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു പരസ്യം പറയാനൊരു എണ്ണ അവര് വിളിച്ചിരുന്നു. അപ്പൊ അവരെ റേറ്റും കാര്യങ്ങളും അറിഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഞാനത് പ്രൊമോട്ട് ചെയ്തുതരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ
നമ്മളെ സാധനത്തിനും ആള് വിളിക്കുമ്പോ 200 ഗ്രാമിന് ഇത്ര വലിയ റേറ്റ് കൊടുക്കുമ്പോ അത് എന്തായാലും സെയിൽ ചെയ്ത് പോകുമോന്നൊരു സംശയമുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാം ചെറിയൊരു റേറ്റ് ഉള്ളൂ. നമ്മള് വിളിച്ച് പറയണില്ല എന്നുള്ളൂ. വിളിച്ച് പറയാത്ത വേറെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട. പിന്നെ നമ്മളൊരു തുടക്കം മാത്രല്ലേ, നിങ്ങൾ വിളിച്ചോളി, ഞാൻ പറഞ്ഞു തരാം. പിന്നെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കൂടുതൽ ഞാൻ എടുപ്പിക്കലില്ല. 500 1 കിലോനൊന്നും ഞാൻ എടുപ്പിക്കലില്ല. 200 വാങ്ങിച്ചോളി. നിങ്ങളെ ചെറിയ ഒരു പോക്കറ്റ് മണിയിൽ അടങ്ങണ പൈസയേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ട് ഫലം ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ വാങ്ങിച്ചാൽ മതി. അത്ര ഉറപ്പ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പല തലകളാണ്, ഇന്റെ തലയാവൂല നിങ്ങളെ തല. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ചെറിയ ബോട്ടിൽ വാങ്ങിച്ചോളി. അപ്പൊ ഇത് എങ്ങനെയുണ്ട്? ഞാന് ഇവിടെ എല്ലാരോടും ചോദിച്ചു. അപ്പൊ ഷൈമോളും ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ഇച്ചൂനാണ് നല്ല സൂപ്പർ. ഓളെ തലയിലല്ലേ പേനും ഈരുണ്ടായി മാറിയതും ഓളെ മുടിയല്ലേ വൃത്തിയായത്. അപ്പൊ ഓളെ പരസ്യം തന്നെ വെക്കാറ്. ഇത് നമ്മൾ എടുത്താട്ടോ, നമ്മളെ ഇച്ചുമ്മയാണ്. ഓളെ പേര് ഇട്ടിട്ടുണ്ട് ഇച്ചൂസ് കേട്ടോ. ഇച്ചൂസ് എന്നാണ് ഇട്ടിക്കണത്. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് എല്ലാരും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരിട്ടോ. എല്ലാരും എത്തട്ടെ. പിന്നെ കടകൾക്കൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡി ആയിട്ട് കൂടുതൽ പോകുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കണം. നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്കറിയാം നിങ്ങളില്ലാതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഒരുപാട് ആളുകള് നമ്മള് ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാന്. നമ്മൾ ആദ്യമായിട്ട് കേട്ടോ, അതാണ് ഇത്ര തോനെ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ബൺ മെറ്റീരിയൽ ആണെങ്കിലും ബൺ മെറ്റീരിയൽ ഇപ്പൊ അതൊരു വേറൊരാള് പ്രൊഡക്റ്റ് ഇറക്കി തരുന്ന നമ്മൾ ചെയ്യണതാണ്. അതിന് പരസ്യമൊന്നും ഇല്ലല്ലോ. ഇത് നമ്മൾ ഉണ്ടാക്കണത് നമ്മൾ തന്നെ പരസ്യം ചെയ്ത് നമ്മൾ തന്നെ വിപണിയിൽ എത്തിക്കണത്. കൊണ്ടല്ല ഒരുപാട് സന്തോഷങ്ങളെ പ്രാർത്ഥന എനിക്ക് എന്നും വേണം കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നോണ്ട്. അപ്പോൾ നമ്മളെ ഇച്ചുമ്മ സൂപ്പർ അല്ലേ ഷൈമോളെ? നമ്മളെ എണ്ണകളൊക്കെ തിങ്കളാഴ്ച പോരുട്ടോ. എല്ലാവർക്കും പോരും. തിങ്കളാഴ്ച ഒരു 2-3 ദിവസം ഞാൻ പറയും അതിന്റെ ഉള്ളിൽ എത്തും. നമുക്കിത് അടിച്ച് കിട്ടാന് കുറച്ച് നേരം വരും. അപ്പൊ താളും പുളിയും വെക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാരും പാന്റെ സോയാബീന് നിങ്ങളെ മകന് സോയാബീടെ മകനല്ലേ പോയി. ഇന്നത്തെ വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഓഫ് ആണ് അല്ലേ? അതെ ബേബികൾ ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ. താളും പുളിയും വെക്കട്ടെ കേട്ടോ. പിന്നെ മെറ്റീരിയലിന് ഓഫർ ഉണ്ട് കേട്ടോ. എല്ലാരും വിളിച്ചോളി. സ്ക്രഞ്ചീസ് ഒക്കെ ഞാൻ വലിച്ചെറിഞ്ഞ് കൊടുക്കണ പോലെ കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് നല്ലൊരു സംരംഭമായിരിക്കും കേട്ടോ. എത്ര അടിച്ചു എന്നായിരിക്കൂലേ പാപ്പ? എത്ര അടിച്ചു? 200 ഷീറ്റ് അടിച്ചു കേട്ടോ. 200 ഷീറ്റ് അടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഷീറ്റ് അടിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ട് ദുആ ചെയ്യോണ്ട് നിങ്ങളെല്ലാരും ഒന്ന് ഷെയർ ചെയ്യോണ്ട് കേട്ടോ. ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യോണ്ട്. എല്ലാരും ഓരോ ബോട്ടിൽ വാങ്ങിച്ചു നോക്കി. നമ്മള് വീട്ടിൽ ഉണ്ടാക്കണ തന്നെയാണ്. നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. മുടി കൊഴിച്ചിലിനൊക്കെ നല്ല ശമനം ഉണ്ട് എന്ന് പറഞ്ഞോളൂ. മോളെ പൂള അങ്ങനെയല്ല മുറിച്ച, കൈകൊണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി മുറിച്ച്. അപ്പൊ നബിദിനത്തിന് കിട്ടിയ ചീരണികളാട്ടോ. ചീരണികൾ കുറെ കിട്ടിയിട്ടുണ്ട്. അതും ചരിടി കട്ടായി, പണ്ടത്തെ കട്ടായി. ഇതിന് കട്ടായി എന്നാ പറയാ. ഒരു വേദന കടിച്ചിട്ട് ഇതൊക്കെ പൂളന്നല്ലേ ഇരുമ്പാ. പിന്നെ ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു ആ കുപ്പി എത്ര ഉണ്ട്, തായ എത്ര ഉണ്ട്. ഇതാണ് കേട്ടോ കുപ്പി. ഇത്ര ഉണ്ടാവും കേട്ടോ. 200 ഇത്ര ഉണ്ടാവും. 200 കണ്ടില്ലേ? ആ അതൊക്കെ നമ്മള് 100ഒക്കെ നമ്മളെ അയൽപക്കത്തും അവിടെയും ഇവിടെയും വെൺ മെറ്റീരിയലിന്റെ ഒക്കെ കൂടെ കൊടുക്കാൻ എഴുതിയിട്ടാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഷിപ്പിംഗ് കൊടുത്താല് മുതലാവൂല. ഷിപ്പിംഗ് കൊടുത്താൽ മുതലാവൂല. ഇതാവുമ്പോ നിങ്ങൾക്ക് ഷിപ്പിങ്ങോട് കൂടി ചെറിയൊരു റേറ്റിന് കിട്ടും കേട്ടോ. അത്ര ഉണ്ടല്ലോ എണ്ണ. ഇതിന്റെ എണ്ണന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ അന്തം വിടും. അത്ര ചെറിയൊരു എമൗണ്ട് ആണ്. ഇത്ര എണ്ണ ഉണ്ട്. കൂടുതൽ ആളും ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറയാം നിങ്ങളോടൊക്കെ വീഡിയോസിലുണ്ടല്ലോ നിങ്ങൾ എന്തേലും കണ്ടില്ലേ എന്ന് ചോദിക്കലുണ്ട്. ഒന്നുകൂടി കാടി തരുമോ താത്താന്ന് ചോദിക്കലുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മളെ ഇച്ചൂസിന്റെ ഇങ്ങനെ വരട്ടെ അല്ലെ? ഇങ്ങനെ ഒട്ടിക്കണം.
ഹെയർ ഓയിൽ പൊട്ടിച്ചതിന് അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമ്മൾ ഒട്ടിച്ചിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മളെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഒരാൾക്കാണ് കൊടുക്കുന്നത്. ആളെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ പുതിയ വീഡിയോകാരായിട്ട് വരാം. അസ്സലാമലൈക്കും. അവിടെ അതൊന്നോട്ടെ, ഇപ്പൊ ചോർന്നോട്ടെ. ഞാൻ ചോറ് തീരെ